ബീച്ചിനടുത്ത് കിടക്കാച്ചി റിസോർട്ട് എന്ത് പറയാം, അതും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള. നമ്മൾ എന്നുള്ളത് ചേറായിലാണ്. ചേറായിലെ ബീച്ച് റെസിഡൻസിയാണ്. അടിപൊളി ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി കാണിക്കുന്നത്. എല്ലാവർക്കും ഡിയോ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോരെ. മോനെ എന്താല്ലേ വൈബ്. ഇതേ പൂള് നമ്മുടെ ബാംബു റിസോർട്ട്. അതായത് ബാംബൂനുണ്ടെങ്കിൽ അടിപൊളി ഒരു നമ്മുടെ കോട്ടേജാണ്. ആ കോട്ടയിലാണ് ഞങ്ങൾ താമസിച്ചത്. അടിപൊളി, ഇതൊന്നും പറയല്ല. ഈ പൂള് എന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. കിടക്കാച്ചി പൂളാണ്. അത് നമ്മുടെ ഇങ്ങനെ ഇത്ര ബീച്ചിൻ്റെ അടുത്ത് ഇത്ര നല്ല റിസോർട്ട്, ഇത്ര ഒരു കോട്ടയം നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്നത് നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ അടിച്ച് പൊളിച്ച് തകർത്തായിരുന്നു. പൂളുണ്ട് നമ്മളെ നല്ല നീലക്കളർ കിടക്കാച്ചി പുളു ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഇതിൽ ആർമാച്ചു. ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ നല്ല മഴയായിരുന്നു. ഞങ്ങൾ താമസിച്ച കോട്ടയം അതാണ്, ബാംബു കോട്ടയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ നമ്മളിത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചേറായി ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. ചേറായി ബീച്ച് തന്നെ നേരെ അപ്പുറം തൊട്ടടുത്ത് കടല്, ഒരു റോഡിൻ്റെ അപ്പുറമാണ് കടല്. ഞങ്ങൾ ഇന്നലെ അടിപൊളിയായിട്ട് വരും. നമ്മുടെ ഇത് കോട്ടയത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളിവിടുത്തെ മൊത്തം ഏരിയ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. റിസോർട്ടുകളെന്ന് വെച്ചാൽ ഇവിടെ റൂംസ് ഉണ്ട്. ഇവിടെ നമ്മുടെ രണ്ട് കോട്ടേജ് ഉണ്ട്. ഇവിടെ 4 റൂമിൻ്റെ ഇതാണ്. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സിനൊക്കെ വരുന്നതാണെങ്കിൽ നല്ല സേഫ്റ്റി ആയിട്ടുള്ള നല്ല ഏരിയ ആണ്. നല്ല സൈലന്റ് ഏരിയ ആണ്. പാർക്കിങ്ങിന് നല്ല സ്ഥലമുണ്ട്. അവിടെ നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ ഏരിയ ആണ് കേട്ടോ. അടിപൊളി ഏരിയ ആണ്. വരേണ്ടവർക്ക് നല്ലൊരു ഒരു ദിവസം എൻജോയ് ചെയ്ത് പോകാനും ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അടിപൊളി ഏരിയ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ പാർക്കിംഗ് ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട്. ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയ. നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. ഇന്നലെ നമ്മൾ മാത്രമേ 2-3 പാർട്ടികൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പൂളൊക്കെ നമ്മുടെ സ്വന്തമായിരുന്നു. പൂള് സ്വന്തമായിട്ട് പേഴ്സണലായിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം. അതിന് വേറെ റേറ്റാണ്. ഓക്കെ. നമ്മളൊരു 6 ഫ്രണ്ട്സാണ്. നമ്മുടെ സൈത്തേട്ടനുണ്ട്. എങ്ങനെയുണ്ട് സൈത്തേട്ടൻ? നമ്മുടെ റിസോർട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു അല്ലേ? ആണല്ലേ? ബീച്ച് തൊട്ടടുത്ത് അല്ലേ? പൂളിലൊക്കെ ഇന്നലെ നമ്മൾ ആർമാച്ചു. നമ്മുടെ സൈത്തേട്ടനാണ്, കണ്ണൂരാണ് വീട്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഞങ്ങൾ 6 പേരാണ്. 6 പേര് നമ്മൾ 2 റൂമാണ് എടുത്തത്. അതൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ഏകദേശം ഒരു 2 റൂമിനും എല്ലാം കൂടി ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഇവിടെ ഉണ്ട്, അലോഡാണ്. അപ്പോൾ 2 റൂമും കൂടി ഏകദേശം റേറ്റ് ഏകദേശം 2000 രൂപ ആ റേഞ്ച് വന്നുള്ളൂ. എനിക്ക് ചേറായി ബീച്ചിനടുത്ത് ഇതേപോലെ പൂളിന്റെ ഫ്രണ്ടിൽ പൂള് റിസോർട്ടുകളെ ഇത്ര റേറ്റ് കുറച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അടിപൊളിയാണ് അല്ലേ? അടിപൊളി. അപ്പോൾ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവർ സെറ്റ് ചെയ്യുന്നത് നമ്മൾ താമസിച്ച ആ കോട്ടേജിന്റെ തൊട്ടടുത്തുള്ള കോട്ടേജ്, അത് ഇവരുടെ വില്ല കോട്ടേജാണ്. അത് ഇവരുടെ തന്നെയാണ്. കണ്ടോ, നമ്മൾ താമസിച്ച കോട്ടേജ് കാണുന്നുണ്ട്. എന്താ അല്ലേ? അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. രാവിലത്തെ ഫുഡ്, കടലക്കറി, എന്താ പറയുക, നമ്മുടെ നൂൽപുട്ട്, പഴം എല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ നമ്മുടെ ഈ പാക്കേജിൽ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെയാണ് നമുക്ക് അലോഡ് ചെയ്യുന്നത് കേട്ടോ. മച്ചാമാരെ, ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച ബാംബു കോട്ടേജിന്റെ ഉൾവശം. നമ്മൾ താമസിച്ച കോട്ടേജ് കേട്ടോ. നമ്മളെ ഇന്നലെ താമസിച്ച കോട്ടേജാണ് കേട്ടോ. 2 കോട്ടേജ്, ഇതേപോലെ 2 റൂമാണ്. അത്യാവശ്യം നല്ല വലിയ ആൾക്കാർക്ക് 3 പേർക്ക് കിടക്കാൻ പറ്റിയ സ്ഥലമാണ്. എക്സ്ട്രാ ബെഡും ആണെങ്കിൽ നമുക്ക് അവർ തരും. നമ്മുടെ ടീംസൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല ബെഡ് തരുന്നത് നമുക്ക് ഒരു 4 പേർക്ക് ഒരു റൂമിൽ താമസിക്കാം. സീനില്ല. അതെ, ബാത്റൂം നല്ല അടിപൊളി ബാത്റൂമാണ്. സെറ്റ് ബാത്റൂം. നമുക്ക് എന്തായാലും നമ്മളിന്നലെ എന്തായാലും നല്ല എൻജോയ് ചെയ്തു കേട്ടോ. അടിപൊളി വ്യൂ ആണ്. കാര്യങ്ങൾ വ്യൂ കാണിച്ചു നോക്കാം. ഇവിടെ നോക്കിയാൽ നമ്മുടെ പൂൾ വ്യൂ ആണ്.
പ്ലേ സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. എന്തായാലും സംഗതി പൊളിയാണ് കേട്ടോ. ഇവിടെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു റിസോർട്ടാണ് കേട്ടോ. എടുത്തു പറയേണ്ട ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് ഈ ബാംബു കോട്ടേജ്. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് പൂളാണ്. പൂള് കിടന്ന് ഞങ്ങൾ 6 മാസമായിരുന്നു. ഇന്ന് നൈറ്റ് മഴയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതെ. അടിപൊളി പൂൾ എന്ന് വെച്ചാൽ കിടക്കാച്ചി പോകും. ഫാമിലിയായിട്ട് വരാൻ കൊച്ചുങ്ങൾക്കാണെങ്കിൽ അവിടെ ഇറങ്ങാം. ഫാമിലിയായിട്ട് വരാൻ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബാംബു കോട്ടേജും വിത്ത് പൂള്. പിന്നെ പോരാത്തതിൻ്റെ നമ്മുടെ കടൽ തൊട്ടടുത്ത്, കടലിൽ പോയി നമ്മുടെ ബീച്ചിലെ വ്യൂ ആണെങ്കിൽ അതും ചെയ്യാം. നല്ല അടിപൊളി വൈബാണ്, ഒന്നും പറയാനില്ല. നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ വരുവാണെങ്കിൽ കണ്ടില്ലേ, പിള്ളേരൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണിത്. അപ്പോൾ നമുക്കിപ്പോൾ മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അത്യാവശ്യം ഫോട്ടോ എടുക്കാം, നല്ല പിള്ളേരൊക്കെ ആയിട്ട് ബോൾ കളിക്കാം. അടിപൊളി. എന്ത് പറഞ്ഞാലും ഫാമിലി ആണെങ്കിലും ഈ പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സുമായിട്ട് വരുവാണെങ്കിലും നല്ലോണം മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കോട്ടേജാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ നൈസായിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ കടൽ തൊട്ടടുത്തുള്ള അതിൻ്റെ സൗണ്ടും കാറ്റും ഒക്കെ ആകുമ്പോൾ ഒരു വെറൈറ്റി മൈൻഡാണ്. മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറ്റുന്നവർക്ക് ഇവിടെയൊക്കെ വരാം. നല്ല ബജറ്റ് ഫ്രണ്ട്ലിയാണ്, ഞാൻ പറഞ്ഞല്ലോ ബജറ്റ് ഫ്രണ്ട്ലിയാണ്. അടിപൊളി ഒരു റിസോർട്ട് ആൻഡ് ബാംബു കോട്ടേജ്. ഓക്കെ, എല്ലാവരും മാക്സിമം വരാൻ പറ്റുന്നവർ ഇവിടെ വരിക. അപ്പോൾ നമ്മൾ നമ്മുടെ ചെറായി ബീച്ച് റെസിഡൻസിൻ്റെ അതെ ഇവിടെ റെസിഡൻസിലാണെങ്കിൽ ഇതേ നമ്മുടെ ഇപ്പുറത്തെ ഇങ്ങോട്ട് നോക്കി ഇത് ഇവിടെ കടലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സീയുടെ വ്യൂ നമ്മൾ കാണിച്ചു തരാം. ഓ മോനെ സെറ്റ്, ഒന്നും പറയാനില്ല. അതെ ഇവിടെ നമ്മുടെ റിസോർട്ടാണ്. ഇത് തൊട്ടടുത്ത് കടലിൽ. കാരണം ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കയറി തന്നെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല. ഇവിടെ ഒന്ന് മാക്സിമം കണ്ടിട്ട് പോവാം. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ടായി വരുന്നത് പിള്ളേരായിട്ട് ഒരിക്കലും ഒരു ഇവിടേക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണുക, കൈ വിട്ടു പോവുക. എന്താ വ്യൂ, സൂപ്പർ, ഒന്നും പറയാനില്ല. ഓ നല്ല അത്യാവശ്യം നല്ലോണം കടലിൽ കയറി വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമ്മുടെ കടൽ തിട്ട പോലെ കല്ലൊക്കെ ഇട്ടുകൊണ്ട് സീനില്ല, നല്ല പവർ തന്നെ വരുന്നുണ്ട്. കേട്ടോ ഇവിടെ എത്തി, ഒന്നും പറയാനില്ല. ബോസ് വാ. നമ്മുടെ ഇവിടെ ബീച്ച് റെസിഡൻസിയിലെ 2 കോട്ടേജാണുള്ളത്. 2 വില്ല, അതൊരു വില്ല കോട്ടേജ്, 4 ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു വില്ല കോട്ടേജും. ഇവിടെ ഇങ്ങനെ ഒരു ബാംബു കോട്ടേജ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെ റൂംസ് ആയിട്ടുള്ള വേറെ റൂം, ഒരു 6 റൂം ഇവിടെയുണ്ട്. ഓക്കെ, അടിപൊളി വ്യൂ ആണ്. നോക്കിയേ, ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ആണ് കേട്ടോ. കണ്ടില്ലേ, സൂപ്പറല്ലേ ഗൈസ്. കണ്ടില്ലേ, ഇവിടെ പൂള് ആൻഡ് വില്ല കോട്ടേജ്, അവിടെ അതെ പൂള് ആൻഡ് വില്ല കോട്ടേജ്. അതെ, അതിനുശേഷം നമ്മുടെ ഇവിടെ നിന്നുള്ള ടോപ്പ് എന്നുള്ള വ്യൂ ഞാൻ കാണിച്ചില്ല. ഓ കണ്ടില്ലേ, കടലിങ്ങനെ തിരമ്പിയിരിക്കുകയാണ്. സെറ്റല്ലേ. നമ്മളെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും വരുന്നവർക്ക് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, താഴെ റോഡിൽ കൂടെ നമ്മൾ വണ്ടിയൊക്കെ പോകുന്ന വേറെ ലെവൽ ലുക്കാണ് കേട്ടോ. ഇതിൻ്റെ മേലെ കയറിയാൽ സൂപ്പർ, ഒന്നും പറയാനില്ല. കണ്ടില്ലേ, തെങ്ങിൻ്റെ ഒക്കെ ഇടയിൽ നിൽക്കുന്നൊരു വില്ല. പിന്നെ അവിടെ കണ്ടില്ലേ, അവിടെ എന്താ സംഭവം ഉണ്ട് കേട്ടോ. അവിടെ കായലാണോ എന്താ സംഭവം എന്നറിയില്ല. കണ്ടില്ലേ, അതിപ്പോൾ കായലാട്ടോ. അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് ചെറായി ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ. ചെറായി ബീച്ചിൻ്റെ ഒരു തൊട്ടടുത്ത് തന്നെ നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, പാർക്ക് ചെയ്യാനൊക്കെ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ സൂപ്പറല്ലേ ബോസ്. അപ്പോൾ നമ്മുടെ ചെറായി ബീച്ച് റെസിഡൻസിയിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ എറണാകുളത്തുള്ളവരും മറ്റും ഇവിടെ ചെറായി ബീച്ച് കാണാൻ വരുന്നവർക്ക് നമുക്ക് കുറച്ച് ദിവസം ഒന്ന് ചില്ലായിട്ട് പോകണമെങ്കിൽ ഇവിടെ നമ്മുടെ റിസോർട്ടിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.